വന്ന് നിന്നെ കൺഗ്രാറ്റ് ചെയ്യാന്ന് വിചാരിച്ചതാ. വാ വാ. ടെലികാസ്റ്റ് സമയത്ത് പ്രോഗ്രാം പലപ്പോഴും കട്ടായി. അത് കേബിളുകാരുടെ കുഴപ്പമാ. സ്റ്റെല്ലിക്ക് എന്താ വേണ്ട, ചായ കാപ്പിയോ? ഒന്നും വേണ്ട. ഹലോ, പ്രസിദ്ധ ടി വി അവതാരക സ്റ്റെല്ല ഫെർണാണ്ടസിന് എന്റെ കൺഗ്രാറ്റുലേഷൻസ്. കളിയാക്കിയതാണോ? അയ്യോ, സത്യമായിട്ടല്ല, മനസ്സിൽ തെറ്റി പറഞ്ഞതാ. എന്നാ കേട്ടോ, വെറും അവതാരക മാത്രമല്ല, ഞാൻ പ്രസിദ്ധ മോഡലും കൂടിയാ. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിക്കണ്ടി, ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. ഞങ്ങളുടെ ടീമില് ഒരു മെയിൽ മോഡൽ വേണം, വെളുത്ത് മെലിഞ്ഞൊരു പയ്യൻ. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ രാമ കറക്റ്റാ. എന്താ രാമ കൂടുന്നോ? അയ്യേ, നമുക്ക് ഈ പരിപാടിയൊന്നും ശരിയാവില്ല. പേടിക്കണ്ട രാമനാഥ, ഈ കുട്ടിയില്ലേ. എന്നാലും വേറെ എന്നാലും ഇല്ല, താ വരുന്നു. അതെ ആന്റി, നല്ല ക്യാഷ് കിട്ടുന്ന പരിപാടിയാ. അവൻ വരും. ഷൂട്ടിന് എന്നെടുത്ത് ആന്റിയും വരണം. ഓക്കെ ആന്റി, ബൈ. ആന്റി എന്തിനാ? ഇതെന്താ, ആളെ പേടിപ്പിക്കുക? നീ അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്നതിനൊന്നും അല്ലല്ലോ. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. എടി പെണ്ണേ, നിനക്ക് ഞാൻ പണ്ടേ വാക്ക് തന്നതാ, എന്റെ ജീവിതത്തിൽ ഒറ്റ പെണ്ണേ ഉള്ളൂ, അത് നീയാണെന്ന്. എന്തെങ്കിലും സംഭവിച്ച ശ്രീയേട്ടൻ എന്നെ കൈവിടുവോന്ന് എനിക്ക് പേടി. ഞാൻ ഒരു വേലക്കാരി മാത്രമാണല്ലോ. എന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാം. ഏട്ടന്റെ അച്ഛൻ? അയാളോട് പോവാൻ പറ, എനിക്കാരും പേടിയില്ല. ഒച്ചയനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. എവിടെ പോയി ആ ഭൂലോകരംഭ? എന്തോ പർച്ചേസ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞു പോയതാ. വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. കൂടെ ആ രാമനാഥനും ഉണ്ട്. ഞാൻ അന്നേരം മുതൽ ചോദിക്കുന്നതാ, എന്തിനായിരുന്നു ഇത്രയും കാശൊക്കെ ചെലവാക്കി എനിക്ക് ഡ്രസ്സൊക്കെ? എനിക്ക് മക്കളുണ്ടല്ലോ. നിന്നെ ഒരു മോനെ പോലെ ഞാൻ കാണുന്നത്. ഏതൊരമ്മയ്ക്കും സ്വന്തം മക്കള് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സന്തോഷമായി നടക്കുന്നത് കാണാൻ ആഗ്രഹം. അതുകൊണ്ടാ. പിന്നെ ദീപാവലിയല്ലേ വരുന്നത്, അതിന് ഈ ഡ്രസ്സൊക്കെ വേണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഹാപ്പി അല്ലേ? ഇവിടെ ദീപാവലിക്ക് എല്ലാവരും പുതിയ ഡ്രസ് ഇടും. എത്ര ദൂരം നടക്കാനാ പ്ലാൻ? നമുക്കൊരു ഓട്ടോയിൽ പോകാം. ശരി വാ. എന്താ വലിയൊരു ആലോചന? അത് ശരി, അടുക്കള വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ വിചാരിച്ചു, ഓ എന്നാൽ ഞാൻ പോവാ, എനിക്ക് അടുക്കള പണിയുണ്ട്. എനിക്കറിയത്തില്ലേ. പാട്ടും പെർഫോമൻസും ഒക്കെ നന്നായിരുന്നു. ആരുടെ കെയർ ഓഫിലാ ടി വിയിലൊക്കെ കയറിയത്? നമ്മുടെ പാൽബൂത്തിനടുത്തുള്ള ആംഗ്ലേറ്റ് ഫാമിലി ഇല്ലേ, ഗൾഫിലുള്ള കർണാടകത്തിന് അറിയില്ലേ? അറിയാം. അവളുടെ മോളെ സ്റ്റെല്ല. ആ വായാടിപ്പെണ്ണ്. അവൾ ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് ടി വിയില്. ഒരു ദിവസം പെട്ടെന്ന് നിന്ന് ചോദിച്ചു, ഒരു ചാൻസ് ഉണ്ട് നോക്കണമെന്ന്. ആദ്യം എനിക്ക് മടിയായിരുന്നു, പിന്നെ ആന്റി എനിക്ക് ധൈര്യം തന്നു. വല്ല ലൈനും മറ്റോ ആണ്? അയ്യേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ പാട്ടും കൂത്തായിട്ട് നടന്നാൽ പോരാ. ഒരു വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കി വല്ല ജോലിക്കും കയറണം. ശരി അങ്കിൾ.
ഒരാളോട് ഒരു പ്രേമം ഇത്രയും അടുത്ത സ്ഥിതിക്ക് തന്നോട് തുറന്നു പറയാലോ. ഇയാളെന്ത് ഇത്ര പെട്ടെന്ന് മൂടോട്ടാവേ? ശരി, എന്നാ ഞാൻ പറയുന്നില്ല. ഇയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ആ ലവിനോട് ഗുഡ് ബൈ പറയാൻ പോവാ. നമുക്ക് പിന്നെ വേറെ എന്തെങ്കിലും സംസാരിക്കാം. വേറെ ഒന്നും സംസാരിക്കാനില്ല, ഞാൻ പോവാ. എന്നാലും എന്റെ മനസ്സിൽ കയറിയ ആ കക്ഷി ആരാന്ന് തനിക്കൊന്നും അറിയണ്ടേ? ഒരു പാലക്കാട്ടുകാരൻ ബുദ്ധൂസ്, പേര് രാമനാഥൻ. ഹായ്. ഒരു പാലക്കാട്ടുകാരൻ ബുദ്ധൂസ്, പേര് രാമനാഥൻ. എന്റെ കാശിൽ ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്നെ വഞ്ചിക്കുവാനോടെ പോകരുത്. ഓടാ, അധികം പ്രസംഗിക്കാനേ. നിന്റെ വീട്ടിലുണ്ടല്ലോ ഒരെണ്ണം, ചിറ്റമ്മ എന്ന പേരില്. അവിടെ ആദ്യം നിരക്കി നിർത്താൻ നോക്ക്. ഏറ്റവും വയസ്സനായതുകൊണ്ട് പറ്റിയ ഒരു പയ്യനെ വച്ചിട്ടുണ്ടല്ലോ അവിടെ. ഓടാ. சார் சார் கொஞ்சம் நில்லுங்க. யாரு இது? என்ன மகாதேவா, சௌக்கியமா? அஞ்சிட்டு ரொம்ப நாள் ஆச்சு. உங்களை தான் பார்க்க முடியல, எப்பவுமே பிஸி தான். இங்க வீட்டுக்கு அவ்வளவு வரவில்லையானே? இந்தியார் நம்ம வேலை அட்டுவாரிய போச்சு. எப்படியும் 2 வருஷத்துல ரிட்டையர்மெண்ட். அப்படி இருக்கும்போது எந்த லீவ் எடுக்கணும்? ஆமா, உங்க வீட்டுல ஒரு சின்ன பையன் இருக்குது. யார் அது? என்னோட தூரத்து சொந்தம் ராமநாதன். இங்க கம்ப்யூட்டர் கோர்ஸ் படிச்சுட்டு இருக்கா. நான் சொல்றேன்னு தப்பா நினைக்காதுங்கோ. உங்க வைஃப் சீதாலட்சுமியையும் அந்த பையனையும் சேர்த்து இந்த காலனியில ஆளுங்க தப்பா பேசுறாங்க. எதை தெரிஞ்சது சொல்லிட்டு வரட்டுமா? வேற வேலை இருக்கு. മനുഷ്യന് തല ഉയർത്തി നാട്ടി നടക്കാൻ പറ്റാതായി. ഇനി എല്ലാരും എവിടെയെങ്കിലും പോയി ചത്താ മതി. എന്തുണ്ടായിരുന്നു? എന്തുണ്ടായിന്ന് എന്റെ വായിന്ന് എന്നെ കേൾക്കണോ നിനക്ക്? എന്നാ കേട്ടോ, വയസ്സിനെ പറ്റാതായപ്പോ വിത്ത് കാളയെ പോലെ ഒരുത്തരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുവാന്ന്. ഇനി ആരെങ്കിലും വായിൽ നിന്ന് കേട്ടാ ഒന്ന് കുഴിച്ചു പോകും ഞാൻ രണ്ടിനെ. വയസ്സിനെ പറ്റാതായപ്പോ വിത്ത് കാളയെ പോലെ ഒരുത്തരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുവാന്ന്. உங்க வைஃப் சீதாலட்சுமியையும் அந்த பையனையும் சேர்த்து இந்த காலனியில ஆளுங்க தப்பா பேசுறாங்க. വയസ്സിനെ പറ്റാതായപ്പോ വിത്ത് കാളയെ പോലെ ഒരുത്തരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുവാന്ന്. റെഡിയായി, കഴിക്കാം. വേണ്ട, നല്ല സുഖമില്ല, എനിക്ക് മുറങ്ങണം. എന്ത്
എന്ത് പറ്റി? ഡോക്ടറെ കാ വേണ്ട, ഒരു ചെറിയ തലവേദനയാ. നീ കഴിച്ചിട്ട് കിടന്നു. എനിക്ക് വിശപ്പില്ല. ഞാൻ കുറെ നാളായി പറഞ്ഞെന്ന് വിചാരിക്കുക. നമ്മുടെ ശ്രീരാമിന്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ വഷളായി വരുക. ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ കിടന്നുറങ്ങാൻ നോക്ക്.